ബേസിക്കലി നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ജിപ്സിയുടെ കോയിൽ സ്പ്രിങ്ങിൻ്റെ കൺവേർഷൻ. ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും ഫേസ്ബുക്കിനും യൂട്യൂബിനും നമ്മുടെ ഇൻസ്റ്റയ്ക്കും എല്ലാം വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിലാണ് കാണുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നിങ്ങൾ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ പോയാൽ ഈ ഒരു വീഡിയോ കാണാൻ പറ്റി. ഇത് കംപ്ലീറ്റ് കണ്ടാലേ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. വളരെ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ ജിപ്സി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹാരം കണ്ടുപിടിച്ചപ്പോൾ കോയിൽ സ്പ്രിങ്ങിൻ്റെ കൺവേർഷൻ എന്താണ് ഒരു പരിഹാരം നോക്കി നമ്മൾ തന്നെ അവസാനം ആ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പിള്ളേർ 100% ഹാൻഡ് മെയ്ഡായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. 5 മൊമെൻറ്റിലെ പ്ലേറ്റിൽ പിള്ളേർ സ്വന്തമായിട്ട് സാധനം കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം റിജിഡ് ആണെന്ന് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസിൽ നിന്നും ഇത് ചെയ്യുന്ന രീതിയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. ഈ ഒരു കോയിൽ സ്പ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഞാൻ പല ഗ്യാരേജുകളെയും ഇന്ത്യയിലുടനീളം ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ കൊക്കിന് കൊത്താൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല അതിൻ്റെ ഒരു കോസ്റ്റ്. അവസാനം ഒരു ഗ്യാരേജ് ഉണ്ടാക്കി. അവിടെ ഏറ്റവും കൂടുതൽ പണി നമ്മുടെ വണ്ടി തന്നെയാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു പരിഭവമില്ല. കാരണം എൻ്റെ പിള്ളേർ ഏറ്റവും കൂടുതൽ പണിയില്ലാത്ത സമയങ്ങളിൽ പണിയുന്ന എൻ്റെ വണ്ടിയിൽ തന്നെ. കാരണം അവർക്ക് പണി വേണ്ടേ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ കോയിൽ സ്പ്രിങ് കഴിഞ്ഞിട്ട് ആ വണ്ടി റോഡ് ടെസ്റ്റും കൂടെ നിങ്ങളൊന്ന് കണ്ടോ. പറന്ന് കയറി പോകുന്നില്ലേ. ഇതാണ് നമ്മുടെ സോൾജറിലാണ് നമ്മളുടെ എല്ലാ പരീക്ഷണങ്ങളും. അങ്ങനെ കോയിൽ സ്പ്രിങ് കൺവേർഷൻ എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ എല്ലാത്തിനും ഒരു ശാസ്ത്രീയ വശം ഉണ്ടല്ലോ. അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചേട്ടൻ തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിനകത്ത് എങ്ങനെ 2 മൗണ്ട് വരുന്നത്. അങ്ങനെ 2 മൗണ്ട് കണ്ടുപിടിച്ചാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് ഇത് നമ്മൾ മേക്ക് ചെയ്ത സാധനമാണെന്നുള്ളത്. അങ്ങനെ പുള്ളിയോട് ഞാൻ കാര്യം പറഞ്ഞു. അവസാനം പുള്ളി ശരിക്കും ഇത് നേരത്തെ നമ്മൾ ചെയ്താന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പുള്ളി അത് ചെയ്തു പോലും തരില്ല. അവരെന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞു. ഈ ഒരു മൗണ്ട് കണ്ടപ്പോഴാണ് പുള്ളി മനസ്സിലാക്കിയത് ഈ ഒരു സസ്പെൻഷൻ നമ്മൾ ചെയ്തതാണെന്നുള്ളത്. അതല്ലാതെ ഒരു തരത്തിലും കമ്പനി വരുന്നതല്ല എന്ന് പറയത്തക്ക ഒരു കാരണങ്ങളും ഇതിനകത്തില്ലായിരുന്നു. അങ്ങനെ കോയിൽ സ്പ്രിങ് കൺവേർഷൻ കഴിഞ്ഞതിന് ശേഷം പുള്ളി ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അലൈൻമെൻറ്റ് എല്ലാം പക്ക. അതിൻ്റെ റിപ്പോർട്ടും അടിച്ച് പുള്ളി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് കോൾ വന്നു. അതാണ് വോയിസ് ഓവർ കട്ടായിപ്പോയത്. അങ്ങനെ നമ്മുടെ കോയിൽ സ്പ്രിങ്ങിൻ്റെ ശരിക്കും അലൈൻമെൻറ്റ് വണ്ടിയുടെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി നമ്മൾ റോഡ് ടെസ്റ്റ് ചെയ്തു. അടിപൊളിയായി. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ആർട്ടിക്കുലേഷൻ, ആ ടെസ്റ്റ് നമുക്ക് ചെയ്യണ്ടേ. റോഡ് ടെസ്റ്റ് ചെയ്തു. നമ്മൾ സക്സസ്ഫുള്ളായി. നമ്മളെല്ലാം പക്കയായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ആർട്ടിക്കുലേഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യണം. ഈ ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. ശരിക്കും ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് നമ്മൾ അൺഈവനായിട്ടുള്ള സർഫസിലൂടെ വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ, ഓഫ് റോഡ് വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലോങ് ട്രാവൽ നമുക്ക് കിട്ടും സസ്പെൻഷനിൽ. ആ ഒരു സസ്പെൻഷനിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോയിൽ സ്പ്രിങ് കൺവേർഷൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വണ്ടിയിൽ നമുക്ക് നല്ല ഹാർഡ് കോർ ഓഫ് റോഡ് പോവുകയും ചെയ്യാം. സോളിഡ് ആക്സിലായതുകൊണ്ട് തന്നെ അത്ര ഇതിൻ്റെ റിപ്പോർട്ടെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത്തിരി വോയിസ് ഓവർ കൂടിപ്പോയി. എനിവേ നമുക്ക് ആർട്ടിക്കുലേഷൻ ടെസ്റ്റിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജിപ്സിയുടെ ആർട്ടിക്കുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്ലെയിൻ ലാൻഡ് ആയതുകൊണ്ട് ഇവിടെ ഓഫ് റോഡും കാര്യങ്ങളൊന്നും തൊട്ടടുത്ത കണ്ടത്തിക്കൊണ്ട് വണ്ടിയെ ഇറക്കി. നല്ല മഴ സീസൺ ആയതുകൊണ്ട് ഒരു ചെറിയ പൊക്കം കണ്ടു.